നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി എൻ ശക്തനാണ് നമ്മളൊപ്പം ചേരുന്നത്. ഈ ഭരണം തിരിച്ചു പിടിക്കുക, അതിനൊപ്പം തന്നെ നെയ്യാറ്റിൻകര മണ്ഡലം കൂടി തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യത്തിലാണ് പറയുന്നത്. എത്രത്തോളമാണ് ഇപ്പോൾ ആ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? കഴിഞ്ഞ 2 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ UDF നഷ്ടപ്പെട്ടതാണ് നെയ്യാറ്റിൻകര നിയോജകമണ്ഡലം. അതുകൊണ്ട് തന്നെ ഇത്തവണ തിരിച്ചു പിടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടി എന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. ആ നിയോജകമണ്ഡലത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായ എന്നെ വിജയിപ്പിക്കും, ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സംസ്ഥാനത്തെ മുഴുവൻ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണ തുടർച്ചയാണ് LDF ആവശ്യപ്പെടുന്നത്. അതായത് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെ BJPയും കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ UDF സാധ്യതകൾ എത്രത്തോളമാണ്? ഒരു ഭരണം നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ പറയുന്നത് പോലെ 100 സീറ്റിൽ കുറയാതെ UDF ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു സംശയവുമില്ല. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ ഒരു MLA ആണ് ഉണ്ടായത്. ആ ഒരു MLA ഉണ്ടായ തിരുവനന്തപുരം ജില്ലയിൽ ഇത്തവണ 8 MLAമാർ കോൺഗ്രസിനും 2 MLAമാർ ഘടകകക്ഷികൾക്കും വരികയാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് 10 സീറ്റ്, ഒരു സീറ്റ് മാത്രം ഉണ്ടായിരുന്നിടത്ത് 10 സീറ്റ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കിട്ടുന്നു. പിന്നെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ളതിന് വല്ല സംശയമുണ്ടോ? ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയവുമില്ല. UDF നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരും. ഡീൽ ആരോപണങ്ങൾ, വിവാദങ്ങൾ കൊഴുത്തു നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ CPM BJP നിർദ്ധാരം നിലനിൽക്കുന്നു, ഡീലുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൽ ഒരു പ്രതികരണം ഉണ്ട്. ജനങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. കാരണം CPMലെ ചിലർക്ക് അത്രമാത്രം പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുണ്ടായപ്പോൾ മുഴുവൻ ഈ ഡീലിന്റെ ഭാഗമായിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാത്തത്. അല്ലെങ്കിൽ ഇന്ന് അവരിൽ പലരും ജയിലിലാകുമായിരുന്നു. അതാകാതെ ഇരിക്കുന്നത് ഈ ഡീലിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങളത് സംശയിക്കുന്നു. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ തമ്മിൽ ഒരു ഡീലുണ്ട്. അവർക്ക് UDF കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കണം, അതാണ് ആഗ്രഹം. പക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതല്ല. ഇവരെ താഴെ ഇറക്കണം, കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ്. ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. അത്തരത്തിലാണ് LDFന്റെ കയ്യിൽ നിന്നും മണ്ഡലം തിരിച്ചു പിടിക്കാൻ ഒരുങ്ങിയാണ് എൻ ശക്തൻ. ക്യാമറാമാൻ അരുണിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.